തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ ഉപമയുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് കടലിൽ വലയെറിഞ്ഞ് മത്സ്യം പിടിക്കുന്നത് പോലെയാണ് എന്ന്. ഏതാനും കാര്യങ്ങൾ ഈ ഉപമയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവരാജ്യത്തെ പറ്റിയാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കടൽ എന്ന് പറയുന്നത് ലോകമാണ്. ഈ കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കടലിൽ കോടിക്കണക്കിന് മത്സ്യങ്ങൾ, വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ, യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ, ലക്ഷ്യമില്ലാതെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പാഞ്ഞു നടക്കുന്നു. ഇതുപോലെ നമ്മുടെ ഈ ലോകത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ, ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്തിനാണെന്ന് തിരിച്ചറിയാതെ, ചിലർ വിചാരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുന്നത് ഡോക്ടറാകാൻ വേണ്ടി മാത്രമാണെന്ന്, ചിലർ വിചാരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആകാനാണ്, ചിലർ വിചാരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുന്നത് വചനം പ്രസംഗിക്കാനാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും സത്യത്തിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ലക്ഷ്യം എന്താണെന്നറിയാതെ മറ്റു ചില കാര്യങ്ങളിൽ ഉടക്കിക്കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു മുറിയിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്തവണ്ണം മനസ്സുകൊണ്ട് അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാരായ ഡോക്ടർ ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സമ്പത്തിന് യാതൊരു കുറവുമില്ല, സ്റ്റാറ്റസിന് യാതൊരു കുറവുമില്ല, സമൂഹത്തിൽ വിലയും നിലയും മാന്യതയും എല്ലാം ഉണ്ട്, നല്ല ജോലിയുണ്ട്, ഡിഗ്രിയുണ്ട്, അറിവുണ്ട്, പക്ഷേ സമാധാനമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷമില്ല, ഒരുമിച്ചിരുന്നൊരു ചായ കുടിക്കാൻ പറ്റുന്നില്ല. IT പ്രൊഫഷണൽസ് ഉന്നത ഡിഗ്രികൾ കരസ്ഥമാക്കിയതിന് ശേഷം 2 മുറിയിൽ കിടന്നുറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ഒരു ഡോക്ടർ ആകുന്നതോ, എഞ്ചിനീയർ ആകുന്നതോ, സയൻറ്റിസ്റ്റ് ആകുന്നതോ, 10 PhD കിട്ടുന്നതോ ഒക്കെ നല്ല കാര്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ല. ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ളവരെല്ലാം ലോകത്തിൽ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണമായിരുന്നല്ലോ. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഡിവോഴ്സുകൾ വരാൻ പാടില്ലായിരുന്നല്ലോ, തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. കൊലപാതകത്തിൽ വരെ ചെന്ന് ഉന്നത ഡിഗ്രികളുള്ളവർ പെട്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അപ്പം ലക്ഷ്യം അതല്ല എന്നുള്ളത് സത്യമാണ്. അപ്പം ഈശോ പഠിപ്പിക്കുകയാണ്, ഒരു കടലിൽ ധാരാളം മത്സ്യങ്ങൾ ഉള്ളതുപോലെ ഈ ലോകത്തിൽ ലക്കും ലഗാനും ഇല്ലാതെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. കാരണം മനുഷ്യൻ ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കണം മനുഷ്യൻ്റെ ലക്ഷ്യം? ദൈവത്തെ കണ്ടെത്തുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. ദൈവത്തിൽ എത്തിച്ചേരേണ്ടതാണ് അവൻ്റെ ലക്ഷ്യം. കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ഒരു ട്രെയിൻ ഇടയ്ക്ക് പല സ്റ്റേഷനുകളിലും നിർത്തുന്നുണ്ടെങ്കിലും അത് പരമമായിട്ട് പറഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് അതിൻ്റെ സ്റ്റോപ്പ്, അതിൻ്റെ ഡെസ്റ്റിനേഷൻ. ഈ ട്രെയിൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകുന്നുണ്ടെങ്കിലും പലയിടത്തും നിർത്തുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലക്ഷ്യം തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോഴാണ് ട്രെയിൻ യാത്ര അർത്ഥമുള്ളതായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 27, 28, 29 തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ കാണാം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിയമിക്കുകയും ചെയ്തു. യേശുക്രിസ്തു എന്ന് പറയുന്ന ലക്ഷ്യത്തിലെത്താനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യത്തിൽ സ്വർഗം പോലും ബൈബിളിൻ്റെ ഭാഷയിൽ ലക്ഷ്യമല്ല. സ്വർഗം ദൈവത്തിൻ്റെ സമ്മാനം മാത്രമാണ്. സ്വർഗമെന്ന് പറയുന്നത് പിതാവ് മക്കൾക്ക് തന്നിരിക്കുന്ന പറമ്പാണ്, മക്കൾക്ക് എഴുതി തന്നിരിക്കുന്ന വീടാണ്. അത്രയേ ഉള്ളൂ. ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്, അത്രയേ ഉള്ളൂ. അത് ലക്ഷ്യമല്ല. ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പനെ കണ്ടെത്തുന്നതാണ്. ദൈവം എൻ്റെ അപ്പനാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ട് നീതീകരിക്കപ്പെട്ട്
ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പ്രകാശമായി മാറി, ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറി, ദൈവത്തെ അനുഭവിച്ച്, ദൈവത്തെ രുചിച്ചറിഞ്ഞ്, ദൈവം റിയലായി മാറി, ദൈവം യാഥാർത്ഥ്യമായി മാറി, സ്വർഗത്തിരിക്കുന്ന ഒരു ദൈവത്തെയല്ല, കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, കൈക്ക് പിടിച്ച് നടക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, സംസാരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, പ്രേരണകൾ തരുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനന്ത സ്നേഹത്തെ രുചിച്ചറിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. ബാക്കിയൊക്കെ 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. പഠിക്കണം, എഡ്യൂക്കേഷൻ വേണം, ജോലി വേണം. പക്ഷെ ഇതൊന്നും ഒരിക്കലും 1ാം സ്ഥാനത്തല്ല. ശാസ്ത്രജ്ഞന്മാർ ആത്മഹത്യ ചെയ്തവരുണ്ട്, സിനിമാ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നിരുന്നിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്, സ്പോർട്സ് താരങ്ങൾ ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇവരൊക്കെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. എന്തോ ഒരു വലിയ കുറവ് ഇവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ദൈവത്തെ കണ്ടെത്തണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കടലിൽ മത്സ്യങ്ങളുള്ളതുപോലെ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരിലേക്ക് ഒരു വലയിറക്കുകയാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് മീൻപിടുത്തക്കാരോടാണ് ഈശോ പറഞ്ഞത്. അപ്പം ഒരു സിമിലാരിറ്റി ഉണ്ട് ഇവിടെ. കടലിലേക്ക് വലയെറിഞ്ഞ് മീനുകളെ പിടിക്കുന്നത് പോലെ ലോകത്തിലേക്ക് ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്നവരിലേക്ക് സുവിശേഷത്തിൻ്റെ വലയിറക്കണം. സഭയുടെ പ്രഥമവും പ്രധാനവുമായ കടമ കാരുണ്യ പ്രവർത്തനങ്ങളല്ല. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് ഇത് പറയുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ പോലും ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സഭയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം നിത്യജീവനെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്, രക്ഷയെ കാണിച്ചു കൊടുക്കുന്നതാണ്, ഈശോയെ കാണിച്ചു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ബാക്കി എല്ലാം 2ഉം 3ഉം 4ഉം സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ഈശോയെ കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ സഭയല്ലാതായി തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് സുവിശേഷം ഇറക്കുക? സുവിശേഷമാകുന്ന വല ഇറക്കാനാണ് സഭയെ ദൈവം വിളിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്താലുമാണ് വരുന്നത്. നമ്മൾ ഓർക്കണം, ഈശോയെ പറ്റി കേട്ടില്ല എങ്കിൽ ഈശോ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യരെങ്ങനെയാണ് അറിയുന്നത്? ഈശോ കുരിശിൽ മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഈശോ കുരിശിൽ മരിച്ചുവെന്ന് എങ്ങനെയാണ് മനുഷ്യർ അറിയുന്നത്? ഈശോ ഉയർത്ത കാര്യവും സ്വർഗാരോഹണം ചെയ്ത കാര്യവും പരിശുദ്ധാത്മാവ് വന്ന കാര്യമൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നു, സുവിശേഷമാകുന്ന വല നമ്മൾ ഇറക്കണം. സുവിശേഷമാകുന്ന വല നമ്മൾ ഇറക്കുന്ന സമയത്ത് മീനുകളെ കിട്ടും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. നമ്മൾ സുവിശേഷം ഇറക്കുമ്പോൾ വളരെ വിവേകപൂർവ്വം സുവിശേഷം പറയണം. എൻ്റെ അപ്പൻ നല്ലവനാണെന്ന് പറയാൻ ബാക്കിയുള്ളവരുടെയൊക്കെ അപ്പന്മാർ മോശമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് സുവിശേഷം അല്ല പ്രിയപ്പെട്ടവരെ. ഈശോ ഒരിക്കലും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഈശോയിൽ നിന്ന് എപ്പോഴും സ്നേഹത്തിൻ്റെ വാക്കുകളാണ് വന്നത്. ഈശോ പിതാവിനെ കാണിച്ചു കൊടുത്തു. അത് മനസ്സിലായ വ്യക്തികൾ പിതാവിനെ തിരിച്ചറിഞ്ഞു, അപ്പാ പിതാവ് എന്ന് ദൈവത്തെ വിളിച്ചു. ഇതാണ് സുവിശേഷം. അല്ലാതെ മറ്റുള്ളവരെ എല്ലാം പരിഹസിച്ചും പുച്ഛിച്ചും താറടിച്ച് കാണിച്ചും താഴ്ത്തിക്കെട്ടിയും അപമാനിച്ചും ഒക്കെ സുവിശേഷം പറയാമെന്ന് വ്യാമോഹിക്കരുത്. അത് സുവിശേഷമല്ല, അത് സ്നേഹത്തിൻ്റെ ലാംഗ്വേജ് അല്ല. പകരം ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മോട് കാണിച്ച സ്നേഹം അത് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ പാപങ്ങൾ കുരിശിൽ വഹിച്ചുകൊണ്ട് ബലിയായി തീർന്ന ദൈവത്തിൻ്റെ വചനമായ യേശുവിനെ നമ്മൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിലെ മനുഷ്യർ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് സുവിശേഷം പറയാനായിട്ട് പറയുന്നത്. അത് ചിലർ തിരിച്ചറിയും, ചിലർ തിരിച്ചറിയത്തില്ല. ചിലർ വലയിൽ കയറും, ചിലർ വലയിൽ കയറത്തില്ല. നമ്മൾ കടലിൽ വലയിട്ടാലും എല്ലാ മീനുകളും ഒന്നും ആ വലയിടത്ത് കയറത്തില്ലല്ലോ, കുറേ മീനുകളെ കയറത്തുള്ളൂ. ഇതുപോലെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞാലും എല്ലാവരും ആ സുവിശേഷം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തീർച്ചയായിട്ടും കുറേ പേർ കർത്താവിൻ്റെ സത്യ സുവിശേഷം കേട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും തിരിച്ചറിയുക തന്നെ ചെയ്യും. വിവേകപൂർവ്വം സുവിശേഷം പറയാനായിട്ട് പഠിക്കണം. വിവേകപൂർവ്വം സുവിശേഷം പറയണം. അല്ലാതെ സ്നേഹരാഹിത്യത്തിലും എടുത്തു ചാടിയും ചെയ്യേണ്ട ഒരു കാര്യമല്ല സുവിശേഷം നൽകുന്നത്. മറ്റൊരു കാര്യം ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്,
കടലിൽ കിടന്ന് പിടയ്ക്കുന്ന മീനുകൾ വലയിടകത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് ഈ പിടപ്പ് തീർന്ന് മീനുകൾ ചത്തുപോകും. മീനുകൾ ചത്തുപോകും. ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ സംഭവിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ പഴയ മനുഷ്യനെ കൊല്ലുന്നതാണ് സുവിശേഷം. ജഡിക മനുഷ്യന്റെ മരണമാണ് സുവിശേഷം. നമ്മുടെ ബാഹ്യ മനുഷ്യന്റെ മരണമാണ് സുവിശേഷം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടവരെല്ലാം മരിച്ചവരെ പോലെ കാൽക്കൽ വീണിട്ടുണ്ട്. പലതരത്തിലുള്ള ആരാധന ബൈബിളിൽ കാണാം. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാം, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാം, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാം, ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാം, നൃത്തം ചെയ്യുന്നവരെ കാണാം, കണ്ണുനീരിൽ കുതിർന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാം. ഇതെല്ലാം ബൈബിളിലുണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ ഒന്നിനെയും പരിഹസിക്കരുത്. പക്ഷേ ഏറ്റവും വലിയ ആരാധന ഞാൻ ബൈബിളിൽ കാണുന്നത് ദൈവത്തെ കണ്ടവരുടെ ഒരു ആരാധനയാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാട്ടുമില്ല, ഡാൻസും ഇല്ല, തുള്ളിച്ചാട്ടവും ഇല്ല, ഒരൊറ്റ വീഴ്ചയാണ്, കമിഴ്ന്നടിച്ചൊരു വീഴ്ചയാണ്. മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഐ ഫെൽ ലൈക്ക് എ ഡെഡ് മാൻ എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഞാൻ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ 10,000 സൂര്യനേക്കാൾ പ്രഭയുള്ള എൻ്റെ കർത്താവിനെ എൻ്റെ ആന്തരിക കണ്ണുകൾ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഡാനിയൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചവനെ പോലെയായി. യെസക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, യെസക്കിയേൽ മരിച്ചവനെ പോലെയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, ഈ വലയിടകത്ത് മീൻ കയറിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകുന്നത് പോലെ നമ്മിലുള്ള പഴയ മനുഷ്യൻ്റെ മരണമാണ്. നിങ്ങൾ വിശുദ്ധ അഗസ്റ്റീനോസിനെ കേട്ടിട്ടുണ്ടായിരിക്കും. കാത്തലിക് ചർച്ചിൻ്റെ അകത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ള സഹോദരങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. അഗസ്റ്റീൻ ഒരു വ്യഭിചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ വിശുദ്ധയായിരുന്നു, വിശുദ്ധ മോണിക്ക. വ്യഭിചാരത്തിൽ ജീവിച്ചിരുന്ന മകൻ്റെ മാനസാന്തരത്തിന് അമ്മ പ്രാർത്ഥിക്കുന്നു. 27 വർഷത്തെ പ്രാർത്ഥനയും നിലവിളിയും ദൈവം കൃപയായി മകൻ്റെ മേൽ അയക്കുന്നു. അഗസ്റ്റിൻ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെട്ട അഗസ്റ്റിൻ മരിച്ചു. ശരിക്കും പ്രിയപ്പെട്ടവർ, ഇതാണ് സംഭവിക്കേണ്ടത്. പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി. മരിച്ചെന്ന് പറഞ്ഞാൽ ഈ ശ്വാസം മുട്ടിക്കിടക്കുന്ന അവസ്ഥയൊന്നുമല്ല, ICUവിൽ കിടക്കുന്ന പോലെയല്ല. മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു. പുതിയ അഗസ്റ്റിനായി. അങ്ങനെ പഴയ അഗസ്റ്റിൻ സുവിശേഷമാകുന്ന വലയാൽ പിടിക്കപ്പെട്ട് മരിച്ച അഗസ്റ്റിൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നേരത്തെ പാപം ചെയ്തിട്ടുള്ള കാതറിൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവനെ വിളിക്കുകയാണ്. അഗസ്റ്റിൻ, ഞാൻ കാതറിനാണ്, ഞാൻ കത്രീനയാണ്, നീ എന്നെ മറന്നുപോയോ? എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? അഗസ്റ്റിൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നീ ആരെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? അഗസ്റ്റിൻ, നീ എന്നെ മറന്നുപോയോ? ഞാൻ കാതറിനാണ്. അഗസ്റ്റിൻ മുഖം വളരെ കടുപ്പത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ പറയുന്ന അഗസ്റ്റിനെ എനിക്കറിയാം, പക്ഷെ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. സുവിശേഷമാകുന്ന വലയിടകത്ത് അഗസ്റ്റിൻ കയറി. അഗസ്റ്റിനാകുന്ന മത്സ്യം പിടഞ്ഞു മരിച്ചു. ജഡികനായി ലക്ഷ്യമില്ലാതെ പാഞ്ഞു നടന്നിരുന്ന അഗസ്റ്റിൻ മരിച്ചുപോയി. കത്രീന മരിച്ചുപോയി. ഇതൊരു പുതിയ അഗസ്റ്റിനാണ്, യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ അഗസ്റ്റിൻ, resurrected അഗസ്റ്റിൻ. ജീസസ്. ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ മരണത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ. ഇത് സംഭവിക്കാത്ത അഡ്ജസ്റ്റ്മെന്റുകൾ ചെലവാകത്തില്ല. കർത്താവ് പ്രത്യേകിച്ച് അടുത്ത നാളുകളിൽ എന്നോട് വളരെ ശക്തമായിട്ട് ഡീൽ ചെയ്യുകയാണ്. ജോൺ, നീ ഒരുപാട് കാലം സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നു. നിന്നെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 19 കൊല്ലങ്ങളായിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവം എനിക്കൊരു ബോധ്യം തരുന്നു, നിന്നെ ഞാൻ പ്രധാനമായും സുവിശേഷം പ്രസംഗിക്കാനല്ല വിളിച്ചത്. എനിക്കൊരു പ്രസംഗിക്കുന്ന തൊഴിലാളി ആവശ്യമില്ല ജോൺ. പകരം എന്നോടൊപ്പം ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി തീരാനാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. എൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്നിലൂടെ ഓരോ നിമിഷവും നീ വെളിപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പ്രസംഗത്തിലൂടെ ആകാം, അല്ലാതിരിക്കാം. പ്രസംഗിക്കാൻ നിനക്ക് സ്റ്റേജ് എപ്പോഴും ഇല്ലല്ലോ. പ്രസംഗിക്കാൻ നിനക്ക് എപ്പോഴും നിൻ്റെ കയ്യിൽ മൈക്കുണ്ടോ? പ്രസംഗിക്കാൻ നീ എപ്പോഴും ശാലോം ടിവിയുടെ മുമ്പിലാണോ? അല്ല.
നീ ബാക്കി സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ആ സമയങ്ങളിലും പ്രസംഗിക്കുമ്പോഴും എൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ നിന്റെ പഴയ മനുഷ്യൻ്റെ മരണം സംഭവിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്ന് മണ്ണിൽ മറവ് ചെയ്ത മോശ ശക്തനായിരുന്നു. 2 അടി അടിക്കേണ്ടി വന്നില്ല. ഒറ്റയടിക്ക് ഈജിപ്തുകാരൻ ചത്തുമലച്ചു ബൈബിളിൽ വായിക്കുന്നു. ഇത്രയ്ക്കും ശക്തനായിരുന്ന മോശ ഭൂമി കണ്ട ഏറ്റവും സൗമ്യനായ, മീഖായ, ജെന്റിലായ, എളിമയുള്ള ഒരു മനുഷ്യനായി തീർന്നു എന്ന് പറയുന്നു. മോശ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും സൗമ്യനായ വ്യക്തിയായി തീർന്നു എന്ന് ബൈബിൾ പറയുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? ഹോറേബിന്റെ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ മഹത്വം കണ്ട മോശ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. ഇതാണ് സംഭവിക്കേണ്ടത്. സുവിശേഷം കൃത്യമായിട്ട് വരുമ്പോൾ തുള്ളിച്ചാട്ടത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. തുള്ളിച്ചാട്ടം നല്ലതാണ്, പക്ഷേ തുള്ളിച്ചാട്ടത്തിലും നമ്മുടെ മരണം സംഭവിച്ചിട്ടില്ല. നമ്മുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ അവൻ്റെ കാൽക്കൽ ഒരു ആരാധനയായി ഇങ്ങ് വീഴുകയാണ്. തീർന്നു, നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവിധ വൈദഗ്ധ്യങ്ങളും അഭ്യസിച്ച് എല്ലാ ജ്ഞാനവും നേടിയ മോശ ഒന്നിനും കൊള്ളാത്ത ഒരു പൊട്ടനെ പോലെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു. എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന മോശയെ അഭിഷേകത്തിന്റെ വടി കൊടുത്തുകൊണ്ട് ദൈവം അയക്കുകയാണ്. പോവുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ മോശ കരം നീട്ടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കടൽ പിളരുന്നത്. ഈ മോശ കരം നീട്ടുമ്പോഴാണ് പാറ പിളർന്ന് വെള്ളം വരുന്നത്. ഈ മോശ കരം നീട്ടുമ്പോഴാണ് ജോഷുവ യുദ്ധത്തിൽ ജയിക്കുന്നത്. മരിച്ചവരെ കൊണ്ടാണ് ദൈവത്തിന് ആവശ്യം. മരിക്കാത്ത വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. അതുകൊണ്ട് മീൻ വലടകത്ത് കയറി മരിക്കുന്നത് പോലെ സുവിശേഷത്താൽ ഞാൻ മരിക്കണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ്. ഞാൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ക്രൂശിലാണ്, ഞാൻ മരിച്ചു കിടക്കുന്നു. ഐ നോ ലോങ്ങർ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ കുരിശിലാണ്. എൻ്റെ പഴയ സാവൂൾ മരിച്ചുപോയി. ഇത് പൗലോസ്. എൻ്റെ പഴയ സാവൂൾ മരിച്ചു. നമ്മൾ അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാം വല്യപ്പച്ച എന്നാ ഉണ്ട് വിശേഷം? അബ്രഹാം വല്യപ്പച്ചൻ പറയും, എൻ്റെ അബ്രഹാം മരിച്ചുപോയി. ഇത് അബ്രഹാം ആണ്. നമ്മൾ സാറാ വല്യമ്മച്ചിയോട് ചോദിക്കുകയാണ്, സാറാ വല്യമ്മച്ചി എന്നാ ഉണ്ട് വിശേഷം? സാറായി മരിച്ചുപോയി. ഇത് സാറായാണ്. ഇത് സാറായാണ്. പഴയ മനുഷ്യന്റെ മരണമാണ് സുവിശേഷത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന. പ്രിയപ്പെട്ടവരെ, അഡ്ജസ്റ്റ്മെന്റുകളല്ല. കാറ് ചളുങ്ങിപ്പോകുമ്പോൾ പെയിന്റ് അടിക്കുന്ന പരിപാടിയല്ല, മാറ്റിവെച്ച് പുതിയതാക്കുന്ന പരിപാടിയാണിത്. ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. ബിഹോൾഡ് ഐ റിന്യൂ എവ്രിതിങ്. ഞാൻ സകലതും റിപ്പയർ ചെയ്യുന്നതല്ല, ഞാൻ സകലതും നവീകരിക്കുന്നു. ഐ റിന്യൂ എവ്രിതിങ്. മൈ ഹാൻഡ്സ്, എൻ്റെ കരങ്ങൾ സകലതും പുതിയതാക്കുന്ന കരമാണ്. സുവിശേഷത്തിന്റെ ശക്തി ഇനിയും ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള D.L. മൂഡിയുടെ വാക്കുകൾ സുവിശേഷം പറയുന്ന എന്നെ പിടിച്ചു കുലുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത്രയും കാലം ചെയ്തതെന്നുള്ള ഒരു വേദന ഉള്ളിലേക്ക് വരികയാണ്. പ്രസംഗിക്കാനല്ല ദൈവം വിളിക്കുന്നുള്ള തിരിച്ചറിവ് കണ്ണുനീരിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ദൈവം നമ്മളെ വിളിക്കുന്നു, ദൈവം എന്നെ നിങ്ങളെ വിളിക്കുന്നു. ക്രൂശിൽ മരിച്ച ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റുമെന്ന് D.L. മൂഡി പറയുന്നുണ്ട്. അമേരിക്ക പിടിച്ചു കുലുക്കിയ സുവിശേഷകനാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിൻ്റെ ക്രൂശിൽ കൊണ്ടുവന്ന് തറച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മരിക്കണം. നിങ്ങൾ പെടഞ്ഞോണ്ടിരുന്നാൽ പോരാ, വലയിടകത്ത് പെടച്ചിൽ നിൽക്കണം, നിങ്ങൾ മരിക്കണം. നമ്മൾ പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസ് പിതാവേ എന്നാ ഉണ്ട് വിശേഷം? ശിമയോൻ മരിച്ചു മക്കളെ, ശിമയോൻ മരിച്ചു. ഇത് കേപ്പായാണ്. വാളെടുത്ത് വെട്ടുന്ന ശിമയോൻ മരിച്ചു. ഗെത്സമേൻ തോട്ടത്തിൽ പടയാളിയെ വാളെടുത്ത് വെട്ടുന്ന ശിമയോൻ മരിച്ചുപോയി. അവന്റെ സുവിശേഷ വലയിൽ ഞാൻ പിടഞ്ഞു മരിച്ചു. ഇത് കേപ്പായാണ്, പാറയാണ്, പത്രോസാണ്. പൗലോസിനോട് ചോദിക്കുകയാണ്, എന്നാ ഉണ്ട് വിശേഷം? പഴയ മനുഷ്യൻ മരിച്ചു. മഗ്ദലന മറിയമേ, എന്നാ ഉണ്ട് വിശേഷം? പഴയ മഗ്ദലന മറിയം മരിച്ചുപോയി. ഇത് പുതിയ മഗ്ദലന മറിയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ മനുഷ്യന്റെ മരണമാണ് സംഭവിക്കേണ്ടത്. ബൈബിളിൽ എന്നെ ഒരുപാട് സ്പർശിച്ചൊരു സംഭവമുണ്ട്. ഇസ്രായേൽ ജനം
നടന്നു പോകുമ്പോൾ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, 40 വർഷം നടന്നു പോകുമ്പോൾ മേഘം അവരുടെ കൂടെ നടക്കും. ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം, റിവീൽഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട സാന്നിധ്യം അവരുടെ കൂടെ നടക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യം കാണാം. മോശ ഈ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ഓരോ പ്രഭാതത്തിലും ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളിൽ നിന്നും മാറിപ്പോയി വേറൊരു സ്ഥലത്ത് പോയിരുന്ന് ദൈവത്തെ ആഴമായിട്ട് അന്വേഷിക്കുമായിരുന്നു. ആ സ്ഥലത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ടെന്റ് ഓഫ് മീറ്റിംഗ്. ജനക്കൂട്ടത്തിൽ നിന്നും മാറി ഒരു സ്ഥലത്ത് പോയിരുന്ന് ദൈവത്തെ ഓരോ പ്രഭാതത്തിലും മോശ അന്വേഷിക്കും, ജോഷുവായും അത് കഴിഞ്ഞിട്ട് അന്വേഷിക്കും. ജനങ്ങളെല്ലാം ഇത് കണ്ടോണ്ട് നിൽക്കും. മോശ ദൈവത്തെ മാറിയിരുന്ന് അന്വേഷിക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മേഘം ജനക്കൂട്ടത്തിൻ്റെ മുകളിൽ നിന്നും മാറി മോശയുടെ മുകളിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. മോശയ്ക്ക് വേണ്ടി മാത്രം ആ മേഘം ആ ടെന്റ് ഓഫ് മീറ്റിംഗിൽ ഇറങ്ങി വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന മേഘം ജനത്തെ വിട്ടിട്ട് തന്നെ ആഴമായിട്ട് തേടുന്ന തൻ്റെ പ്രിയപ്പെട്ട ദാസന്റെ മുൻപിൽ ആ മേഘം മോശയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുമായിരുന്നു. ഈ ദൈവീക മേഘവുമായിട്ടുള്ള കൂട്ടിമുട്ടലാണ് മോശയെ മരിച്ച മനുഷ്യനാക്കി മാറ്റിയത്. മോശ എന്നും മരിച്ചവനായിട്ട് തന്നെ തുടർന്നു. ഈ ജനത്തിൻ്റെ എല്ലാ അനുസരണക്കേടിൻ്റെ നടുവിലും ഒരു നല്ല ലീഡറായി ദൈവം മോശയെ ഉപയോഗിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു നല്ല കുടുംബനാഥനായി തീരാൻ, ഒരു നല്ല ഭർത്താവായി തീരാൻ, ഒരു നല്ല ചാച്ചനായി തീരാൻ, ഒരു നല്ല മമ്മിയായി തീരാൻ, നല്ല അമ്മച്ചിയായി തീരാൻ, നല്ല സഹോദരിയായി തീരാൻ, നല്ല വികാരി അച്ഛനായി തീരാൻ, നല്ല സിസ്റ്ററായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു സുവിശേഷ പ്രഘോഷകനാകാൻ. അതിന് പ്രിയപ്പെട്ടവരെ മനോഹരമായ വാക്കുകളല്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് വിജ്ഞാനത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല, ഭാഷയുടെ കസർത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വിജ്ഞാനമെടുത്ത് ഞാൻ അമ്മാനമാടിയിട്ടില്ല, പകരം ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് പവർ, പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു എൻ്റെ പ്രസംഗം. അത് ലാംഗ്വേജുകളല്ലായിരുന്നു, വിസ്ഡം അല്ലായിരുന്നു, പകരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുക്കായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാഹമായിരുന്നു. ഇതിന് വേണ്ടത് പഴയ മനുഷ്യൻ്റെ മരണമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പ്രഭാതത്തിലും വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയാൽ മാത്രം പോരാ. അത് നല്ലതാണ്, പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത്. പകരം ദൈവത്തെ കൂട്ടിമുട്ടുന്ന തരത്തിൽ ആഴമേറിയ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് പോലെ ദൈവവും ഞാനും കൂട്ടിമുട്ടുന്ന അനുഭവം ഉണ്ടാകണം. ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും ലയിച്ചു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു. ഓരോ പ്രഭാതത്തിലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേഘം മോശയ്ക്ക് വന്നതുപോലെ എനിക്കും നിങ്ങൾക്കും വരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുറികളിൽ ദൈവത്തിൻ്റെ മേഘം ഇറങ്ങി വരണം. ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ജഡം മരണത്തിലേക്ക് പോകും, ആത്മാവ് ശക്തി കൊണ്ട് നിറയും. ജഡം ഇല്ലാതായി നമ്മൾ ആത്മീയ മനുഷ്യരായി മാറും. ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ട് മഹത്വപ്പെട്ട് വെളിപ്പെട്ട് വരും. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ബാഹ്യ മനുഷ്യൻ അനുദിനം മരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും എൻ്റെ ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും ചൊല്ലിക്കൂട്ടി എഴുന്നേറ്റ് പോയാൽ പോരാ. നമ്മുടെ രോമത്തിൽ പോലും പലപ്പോഴും ഇതൊന്നും സ്പർശിക്കാത്തതിൻ്റെ കാര്യം ഇതാ. പ്രിയപ്പെട്ടവരെ, ഞാനും ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലി ഒരുപാട് വർഷം പോയിട്ടുണ്ട്. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും എൻ്റെ അകത്തൊരു ചേഞ്ച് ഞാൻ കണ്ടില്ല. എൻ്റെ അകത്ത് ഇരുട്ട് മാറുന്നില്ല. ഞാൻ തുറന്ന് പ്രസംഗിക്കുകയാണ്, ഇരുട്ട് മാറുന്നില്ലായിരുന്നു. പുറത്ത് ഒത്തിരി പ്രാർത്ഥന ചൊല്ലിക്കൂട്ടി ചാകുകയാണ്, പക്ഷെ അകത്ത് മാറ്റം വരുന്നില്ല. അകത്തെ സ്വാർത്ഥത, അഹങ്കാരം ഒന്നും പോണില്ല. പക്ഷെ ദൈവത്തിൻ്റെ മേഘം വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ചേഞ്ച് വരികയാണ്. ചേഞ്ച് എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ്റെ മരണമാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നു, സുവിശേഷമാകുന്ന വലയിടത്ത് കുടുങ്ങുന്ന മത്സ്യമേ, നീ പിടഞ്ഞു മരിക്കണം, നിന്റെ പഴയ മനുഷ്യൻ മരിക്കണം. അപ്പോൾ ആ മരിച്ച മത്സ്യത്തെയാണ് യജമാനൻ കരങ്ങളിലെടുത്ത് വീട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. പിടയ്ക്കുന്ന മീനിനെ നിങ്ങളാരും തിന്നാറില്ല, ചത്തുപോയ മീനിനെയാണ് നിങ്ങൾ തിന്നുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, പഴയ മനുഷ്യൻ മരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സുവിശേഷത്തിൻ്റെ വലയിൽ ഞാൻ കുടുങ്ങട്ടെ. നിന്റെ ശക്തിയാൽ എൻ്റെ പഴയ മനുഷ്യൻ മരിക്കട്ടെ. ആന്തരിക മനുഷ്യൻ
ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.